ഹലോ ഫ്രണ്ട്സ്, മീ അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. അഭിലാഷ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് 10 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഒരു പോസ്റ്ററിലെ 2 പോസ്റ്ററാണ് കണ്ടിട്ടുള്ളത്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സീറ്റ് ആർട്ട് എന്ന് പറഞ്ഞിടത്തിലത്തെ ഒരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറക്കി. അതേമാതിരി നിലാവൊക്കെ എന്മേലെന്നാടി കോപം എന്ന് പറഞ്ഞിടത്തിലത്തെ AD എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറക്കി. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഷാമിൻ്റെ പടത്തിൻ്റെ 2 days to go പോസ്റ്റർ വന്നു. പിന്നെ പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നാളെയാണ് പടം റിലീസ് ആകാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഇത് ഇന്നലെ വന്ന പോസ്റ്ററാണ്, ഇന്ന് കാണിച്ചത് മാത്രം. പിന്നെ ചൗര്യ പാട്ടം എന്ന് പറഞ്ഞിടത്തിലത്തെ ആടെ പിശാച്ചം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ലിറിക്കൽ വീഡിയോ ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ കോർട്ട് സ്റ്റേറ്റ് USA നോബഡി എന്ന് പറഞ്ഞിടത്തിൻ്റെ 5 കളക്ഷൻ 33.55 കോടിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞിടത്തിലത്തെ മഹാദേവ ശാസ്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഗ്ലിംസ് പുറത്തിറക്കി. പിന്നെ തേരെ ഇഷ്കമൻ എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ധനുഷിൻ്റെ അതേമാതിരി കൃത്യസാനുണ്ട് 2 സ്റ്റില്ല് കിട്ടിയിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ എവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിടത്തിൻ്റെ റിലീസ് ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പടം നാളെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വന്ന 2 days to go പോസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വാടിവാസൽ എന്ന് പറഞ്ഞിടത്തിൻ്റെ സോങ്ങിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ കാർത്തിക് സുബ്രാജിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് റെട്രോ എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് നിന്ന്. പിന്നെ പടത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. കണിമ എന്നാണ് സെക്കൻഡ് സിംഗിളിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അത് മാർച്ച് 21 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതിൽ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നാളെ എപ്പോഴും വരിക എന്നുള്ള അറിയിച്ചിട്ടില്ല, അത് മിക്കവാറും ഒന്ന് അറിയിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അറുപത് ദിവസം സൽമാൻ ഖാൻ വെച്ചെടുക്കുന്നതോടാണ് സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തിൻ്റെ റിലീസ് ഈദെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതുവരെയായിട്ട് കറക്റ്റ് റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ മുന്നത്തെ ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ മാർച്ച് 30 കൺഫേം ചെയ്തിട്ടുള്ളത്. എന്തായാലും മാർച്ച് 30 റിലീസ് ഡേറ്റ് എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കഴിഞ്ഞിട്ട് അറുപത് ദിവസം എടുക്കുന്ന ഒരു പടമാണ് ശിവാർത്തി എന്ന് വെച്ചിട്ടുള്ള പടം, മദരാസി എന്ന് പറഞ്ഞിട്ടുള്ള അവിടത്തിൻ്റെ റിലീസ് ജൂലൈയിലായിരിക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എല്ലാം വന്നിട്ടുള്ളത് റൂമർ കേൾക്കുന്നതാണ്. എന്തായാലും ജൂലൈയിൽ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ LT എമ്പുരാൻ എന്ന് പറഞ്ഞതിന് ശേഷം റിലീസ് ആകാൻ പോകുന്ന പടമാണ് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള പടം, തരുൺ മൂർത്തിയുടെ പടമാണ്. ആ പടത്തിലത്തെ കഥ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരാൻ പോവാണ് മാർച്ച് 21 7 മണിക്ക്, എന്നുവെച്ചാൽ നാളെ 7 മണിക്ക്. അതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഈ പോസ്റ്റർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വിഘ്നേഷ് രാജ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന പടം. ഏകദേശം 150 കോടിയൊക്കെയാണ് പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും അതിൽ ധനുഷാണ് നായകനായി എത്തുന്നത്. അപ്പോൾ ധനുഷിൻ്റെ നായികയായിട്ട് ഈ പടത്തിലും അമിതാഭ് ബച്ചൻ എത്തുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പറഞ്ഞെന്നുള്ളൂ. പിന്നെ വീരധീരസൂരൻ പാർട്ട് 2 എന്ന് പറഞ്ഞിടത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു. അതിൻ്റെ സ്റ്റിൽസൊക്കെ മുന്നത്തെ അപ്ഡേറ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ പാർട്ട് 1 ഇൻ്റർവ്യൂ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ട് 2 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ 8 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതിൽ SJ സൂര്യനും സുരാജ് വെഞ്ഞാറമൂടിനെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ പടത്തിൻ്റെ സിംഗപ്പൂരിലുള്ള തിയേറ്ററിക്കൽ റിലീസ് എടുത്തിട്ടുള്ളത് ഹോം സ്ക്രീൻ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് KVN പ്രൊഡക്ഷൻസ് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ ആനന്ദ് വികടൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൻ്റെ കവർ പേജ് ആയിട്ട് ഗുഡ് ബാഡ് അഗ്ലിയുടെ പോസ്റ്റർ വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇവർ അതിൻ്റെ കുറേ സ്റ്റിൽസും പുറത്തിറക്കിയിട്ടുണ്ട്, അത് എങ്ങനെ സ്ക്രീനിൽ കാണിച്ചു പോകാം. അതായത് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വരാൻ പോവാണ്. അപ്പോൾ അതിക്ക് രവിചന്ദ്രൻ്റെ ഇൻ്റർവ്യൂ വരാൻ പോണത് ഇന്നാണ് വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ അജിത് കുമാറും തൃശ്ശും കൂടിയിട്ടുള്ള സ്റ്റില്ലും കിട്ടിയിട്ടുണ്ട് 2 അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ ഈ മാർച്ച് 27 വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. മാർച്ച് 27 വന്നു കഴിഞ്ഞാൽ എമ്പുരാൻ്റെ കൂടെ ഒക്കെ സ്ക്രീൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിട്ട് ട്രെയിലറിൻ്റെ. പിന്നെ പടത്തിൻ്റെ US ബുക്കിംഗ് ഈ മാർച്ച് 21 എന്നുവെച്ചാൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. കേൾക്കില്ല, അവർ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഒക്കെ ഓപ്പൺ ആവട്ടെ, സെറ്റായി വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.